ശബരിമലയെ സംബന്ധിച്ച് കഥകൾ ഒരുപാട്. ഗോത്ര വിഭാഗക്കാർ ആരാധിച്ചിരുന്ന ദേവതാ ചൈതന്യത്തെ ആയിരിക്കാം അയ്യപ്പൻ്റെ പോയത്. കരിമല, നീലിമല രണ്ടും കൂടെ ചേർത്ത് വെച്ച കരി നീലി. ഈ ശബരിമലയിൽ ഇരിക്കുന്നത് ശാസ്താവാണ്, അത് ചാത്തനാണ് എന്ന് പറയുന്ന ഒരു കഥ. ശബരിമലയിലെ നായാട്ട് വിളിക്കുമ്പോൾ പോലും ചാത്തന്മാരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് 4 കുട്ടി ശാസ്താക്കന്മാരെയും പള്ളിവേട്ടക്കാർ. അത് സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിന് സ്വാധീനിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്ക് വീണ്ടും പോകണം എന്നൊരു പ്രേരണ വരണമെങ്കിൽ അവിടെ നിന്ന് എന്തോ ഒരു പോസിറ്റീവ് കിട്ടണം. സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ ഭക്തിയുള്ളത് പുരുഷന്മാർക്കാണെന്ന് ഞാൻ പറയും. കാരണം ശബരിമലയിൽ വന്ന് പുരുഷന്മാരുടെ അവർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സ്ത്രീകൾ കാണിക്കുന്നതിൻ്റെ 10 മടങ്ങാണ് ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് വന്നു കയറുന്ന ഒരു കാന്തിക ആകർഷണം എന്ന് പറയുന്നൊരു സംവിധാനം അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം അയ്യപ്പനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ, ഭക്തജനങ്ങൾ അറിയുന്നത് തിരുവാഭരണ വാഹകരാണ് എൻ്റെ വിശ്വാസം. അതെ, ഇതിനുണ്ടാകുന്ന ഒരു എനർജി ഭയങ്കരമാണ്. അതെ. അപ്പം ഈ കഥകളുടെ പല വേർഷൻസാണ് പലരും പറഞ്ഞു പോകുന്നത്. ശബരിമലയെ സംബന്ധിച്ച് കഥകൾ ഒരുപാട്. അതെ, ബുദ്ധവിഹാര കേന്ദ്രമാണെന്ന് പറയുന്നു, മലയാളിയന്മാരുടെ ആരാധനാലയമാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒട്ടനവധി. പക്ഷേ എൻ്റെ ഒരു വിശ്വാസപ്രകാരം എല്ലാവർക്കും ആരാധന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാപ്യമായ ഒരു സ്ഥലമായിരുന്നു ശബരിമല. അതെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും അവിടെ ആരാധന നടത്താനോ അല്ലെങ്കിൽ അവിടെ പോകാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ ഉള്ളൊരു അനുവാദം അന്നുണ്ടായിരുന്നു. പിന്നെ ഈ ദ്രാവിഡ സങ്കല്പത്തിലുള്ള കല്ലടിക്കോട്, പാലക്കാട് കല്ലടിക്കോട് കരിനീലിന്ന് ഒരു സങ്കല്പമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആരാധനാ സമ്പ്രദായം തുടങ്ങി അവിടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കല്ലടിക്കോട് ആരാധനാ സമ്പ്രദായം നടക്കുന്ന സ്ഥലത്ത് വൃശ്ചികം 1 മുതൽ എൻ്റെ കേട്ടിട്ടുള്ള അറിവാണ്, മകരവിളക്ക് വരെ അവിടെ ഗുരുതി നടത്തത്തില്ല. അവിടെ നിർത്തി. അതുപോലെ തന്നെ മുണ്ടക്കയത്തുള്ള വള്ളിയാങ്കാവ് എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ ദിവസവും ഗുരുതിയുള്ളതാണ്. അവിടെ വ്യക്തമായിട്ടുള്ള അറിവാണ്, അവിടെ വൃശ്ചികം 1 മുതൽ മകരം 7 വരെ ഗുരുതിക്രിയകൾ ഉണ്ടാകുന്നത്. മകരം 7-ന് ശേഷമേ, അതായത് മാളികപ്പുറത്തെ ഗുരുതിക്ക് ശേഷമേ വള്ളിയാങ്കാവിൽ പിന്നെ ഗുരുതി ചടങ്ങുകൾ. അത് ശബരിമലയുമായി കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും. എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്? ശബരിമലയിലെ അതിദേവത ഭദ്രകാളി ആയിരിക്കാം, അല്ല അവിടെ ഉണ്ടായിരുന്ന ചൈതന്യം. അത് അയ്യപ്പൻ അവിടെ പോകണമെങ്കിൽ, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു കാരണം ഉണ്ടാവും. ആദിവാസികൾ, ഗോത്ര വിഭാഗക്കാർ ആരാധിച്ചിരുന്ന ദേവതാ ചൈതന്യത്തെ ആയിരിക്കാം അയ്യപ്പൻ്റെ പോയത്. ആയിരിക്കാം. അതിന് ഭയങ്കര പവറല്ലേ ഗോത്ര വിഭാഗം. അപ്പം അത് ഈ കരിനീലിയുമായിട്ടൊക്കെ കണക്ട് ആവണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശബരിമലയിലെ 2 മലകളുടെ പേര് നോക്കിയാലും ഇതുമായിട്ടൊരു കണക്ഷൻ കാണാം. കരിമല, നീലിമല രണ്ടും കൂടെ ചേർത്ത് വെച്ച കരി നീലി. അത് യാദൃച്ഛികമായിരിക്കാം, എന്നാലും ഞാൻ വിശ്വസിക്കുന്നു ഈ ഗോത്ര വിഭാഗവുമായിട്ട് അല്ലെങ്കിൽ ഗോത്ര സംസ്കാരവുമായിട്ട് ശബരിമലയുടെ പൂർവികത അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏറ്റവും കണക്ട് ആവുന്ന അവിടെയാണ്. ഈ ശബരിമലയിൽ ഇരിക്കുന്നത് ശാസ്താവാണ്, അത് ചാത്തനാണ് എന്ന് പറയുന്ന ഒരു കഥ. പക്ഷെ അത് അങ്ങനെ പല അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പലരും അത് പറയുന്നത്. ഞാനൊരു സപ്താഹ രീതിയിൽ ഒരു ആചാര്യൻ ഇത് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, ഞാൻ റെക്കോർഡ് ചെയ്തു, ഞാൻ യൂട്യൂബിലിട്ടു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു രാത്രി, സാറേ ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ഞാനിതെല്ലാം യജ്ഞങ്ങളിൽ പറയാറുണ്ട്, പക്ഷെ ഇത് വിവാദമാവും, വിവാദത്തിലേക്ക്. വേറെ കാര്യം പറയാം, കേരളത്തിൻ്റെ ആദ്യ ഗോത്രദൈവങ്ങൾ കാളിയും ചാത്തനുമായിരുന്നു. പല ചാത്തൻ്റെ സ്ഥലങ്ങളും ചിലപ്പം വൈദികവൽക്കരിച്ച് പല ദൈവങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാളിയും ദുർഗാഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗോത്ര വിഭാഗത്തിൻ്റെ ആരാധനാമൂർത്തി ആയിരിക്കണം. ശബരിമലയിലെ നായാട്ട് വിളിക്കുമ്പോൾ പോലും ചാത്തന്മാരെ വിളിക്കുന്നുണ്ട്. അതായത് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ പള്ളിവേട്ട കാട്ടിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്താവിനെ പള്ളിവേട്ട കാട്ടിക്കൊണ്ട്, പിന്നെ കക്കാട്ട് കോയിക്കൽ ശ്രീ ധർമ്മശാസ്താവിനെ പള്ളിവേട്ട കാട്ടിക്കൊണ്ട്, പൂങ്കാവിൽ ശ്രീ ധർമ്മശാസ്താവിനെ പള്ളിവേട്ട കാട്ടിക്കൊണ്ട്. എന്നിട്ട് പറയുന്നത് 4 കുട്ടി ശാസ്താക്കന്മാരെയും പള്ളിവേട്ട കാട്ടി. അപ്പം കുട്ടി ശാസ്താക്കന്മാർ ആണോ കുക്ഷി ശാസ്താക്കന്മാരാണോ
ഇനി കുട്ടി ചാത്തന്മാരാണോ എന്നുള്ളത്. പിന്നെ അതുപോലെ ചില ചാത്തന്മാരെയൊക്കെ ഓടിക്കുന്നതായിട്ട്, കാരണം ചില പശുക്കൊല്ലിച്ചാത്തനെ കൊലവിളി ചെയ്യുന്നു, പരിഹാരവും ചെയ്ത് കൊലവിളി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. അപ്പം അന്നത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ആരാധനാമൂർത്തി ആയിരിക്കും, അല്ല അവരുടെ ആചാര രീതി ആയിരിക്കാം, അവരുടെ വായ്മൊഴികളിൽ വന്നതായിരിക്കാം. എന്തായാലും അത് കഥകൾ തേടി പോയാൽ തീരാത്തൊരു സാഗരം പോലെ അതിങ്ങനെ പോകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഞാൻ ഏതോ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ, ശബരിമലയിൽ ഭഗവാനെ കാണാൻ പോകുന്നു, ചൈതന്യം കാണാൻ പോകുന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് പോയി തൊഴുതാൽ തീരാത്ത പ്രശ്നമേ. തീർച്ചയായിട്ടും കഥകൾക്കുള്ളിലേക്ക് പോകുമ്പോൾ കഥകൾക്കുള്ളിലേക്ക് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അവരവരുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ പോവുക, തൊഴുക, അവർക്കുള്ള സാറ്റിസ്ഫാക്ഷൻ. എന്തായാലും ശബരിമലയിലെ ആ പ്രദേശത്ത് ചെന്നാൽ മതി. സാറ്റിസ്ഫാക്ഷൻ, പ്രത്യേകിച്ച് ഈ വ്രതത്തോടു കൂടി പൂജ ചെയ്യണമെന്നോ ആരാധന ചെയ്യണമെന്നോ ഒന്നുമില്ല, വഴിപാട് ചെയ്യണമെന്നൊന്നുമില്ല. ആ പ്രദേശത്ത് ആ സമയത്തുണ്ടാകുന്ന എനർജി ഭയങ്കരമാണ്. ഈ 41 ദിവസത്തെ വ്രതം നോറ്റ്, കഠിന വ്രതം നോറ്റ് മല ചവിട്ടി അവിടെ എത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ രണ്ടും കൂടി ഒരുമിച്ച് ഒരേ സമയം പറയാല്ല, കഥ തരേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയുകയാണ്. പക്ഷെ അത് ഈ മലയരയന്മാരുടെ ഒരു ആരാധനാമൂർത്തി ആയിരുന്നിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ശബരിമലയിൽ ആ കാട്ടിനുള്ളിൽ ഇത്രയും പണ്ടുള്ള ആദിവാസി സമൂഹം ഒരുപക്ഷെ അവിടെ ആരാധന ചെയ്തിട്ടുണ്ടാകാം, പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടാകാം. അവരാരും ഈ മത്സ്യമാംസാദികളൊന്നും ത്യജിച്ചിട്ടായിരിക്കില്ല അവിടെ പോയി തൊഴുതിട്ടുണ്ടാവുക പണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ 41 ദിവസത്തെ വ്രതമെടുത്ത് പോയി തൊഴുന്ന ഒരു സങ്കല്പമുണ്ട്. ഇന്ന് എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കി. പല രാഷ്ട്രീയ നേതാക്കന്മാരും മലയോട്ടി കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വ്രതം എടുത്തിട്ട് ഇയാളുടെ താടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആചാരങ്ങളും ഈ വ്രതവും എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യൻ ഒരു ക്ഷേത്ര സംവിധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില സംവിധാനങ്ങളല്ലേ? അല്ല, ശബരിമലയെ സംബന്ധിച്ച് ഏതൊരാൾ വ്രതം നോക്കി, ഇപ്പം 41 ദിവസത്തെ വ്രതമെന്നും പറയുന്നുണ്ട്. ഈ ആഴിപൂജയ്ക്ക് 56 ദിവസത്തെ വ്രതമുണ്ട്. 56 കുറച്ചുകൂടെ മാച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ വൃശ്ചികം 1 മുതൽ, പണ്ട് മകരവിളക്ക് കാലത്തെ ശബരിമലയിൽ ആളുകൾ ഇപ്പോൾ പോകുമായിരുന്നു. വൃശ്ചിക മാസത്തിൽ വൃശ്ചികത്തിൽ നോയമ്പ് തുടങ്ങി മകരവിളക്ക് വരെയുള്ള സമയം 56 ദിവസം എടുക്കും. 56 ദിവസം യാത്ര ചെയ്യുന്നത്. അമ്പലപ്പുഴക്കാർ 56 ദിവസത്തിന് ശേഷമാണ് യാത്ര തിരിക്കുന്നത്. ആലങ്ങാടുകാർ, ഞങ്ങൾ 56 ദിവസത്തിന് ശേഷമാണ്. നായാട്ടുകളിക്കാർ, തിരുവാഭരണവാഹകർ എല്ലാം 56 ദിവസമാണ് വ്രതം. അപ്പം 56 ദിവസത്തെ വ്രതം എന്നുള്ളതായിരുന്നു ആയിരിക്കണം. അപ്പം ഈ 56 ദിവസത്തെ വ്രതം കൊണ്ട് 2 ചന്ദ്രമാസം 28 ആ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു വേറൊരു തലത്തിലേക്ക് എത്തും. ഇപ്പോൾ ഉള്ള ഘടനയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ശബരിമലയിൽ ഈ മകരവിളക്ക് കാലം എന്ന് പറഞ്ഞാൽ ചില നമ്മുടെ പ്രകൃതിക്ക് ചില വസന്തകാലം, പിന്നെ മഞ്ഞുകാലം, പിന്നെ മഴക്കാലം, ആ മകരവിളക്ക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ആ ഒരു എനർജി നിൽക്കുന്ന ഒരു സമയമാണ്. അത് സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിന് സ്വാധീനിക്കാൻ പറ്റും. ഇപ്പം ശബരിമല യാത്രയൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരാൾ അവരുടെ യുക്തിയിൽ ചിന്തിച്ചാൽ നഷ്ടങ്ങളാണ്. കാരണം സമയനഷ്ടം, നൊയമ്പ് നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, യാത്രാക്ലേശം, ധനനഷ്ടം, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം, ഭക്ഷണം കിട്ടത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, പമ്പയിൽ പോയാലോ തിരക്ക്, പിന്നെ സന്നിധാനത്ത് പോയാലും വൃത്തിയായിട്ട് തൊഴാൻ പറ്റത്തില്ല. എല്ലാവരുടെയും ഒരു പരാതിയാണ് സന്നിധാനത്ത് തൊഴാൻ പറ്റും. അപ്പം അതൊക്കെ ചെയ്യുമ്പം നോക്കുമ്പോൾ എല്ലാം നഷ്ടങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ ബോധം മനസ്സിൽ നോക്കുമ്പോൾ, പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന ആൾക്ക് വീണ്ടും പോകണം എന്നൊരു പ്രേരണ വരണമെങ്കിൽ അവിടെ നിന്ന് എന്തോ ഒരു പോസിറ്റീവ് കിട്ടണം. അപ്പം അത് കിട്ടുന്നത് നമ്മുടെ ബോധ മനസ്സിനല്ല, ഉപബോധ മനസ്സിനായിരിക്കണം. നമ്മളിപ്പം ഇതൊരു മയക്കുമരുന്ന് പോലാണ്. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സമയമാകുമ്പോഴത്തേനും പോകാനുള്ള ത്വര, അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ ഭക്തിയുള്ളത് പുരുഷന്മാർക്കാണെന്ന് ഞാൻ പറയും. കാരണം ശബരിമലയിൽ വന്ന് പുരുഷന്മാരുടെ അവർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സ്ത്രീകൾ കാണിക്കുന്നതിൻ്റെ 10 മടങ്ങാണ്. അപ്പം ആ ഒരു ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ അത് തന്നെ ഉണ്ടാകുന്നതാണ്. ആ ഉണ്ടാക്കാനൊരു പവർ അവിടെ ഉണ്ട്. ഞാൻ കൊട്ടാരക്കരയിൽ സ്ഥിരതാമസമായിരുന്ന സമയത്ത് എല്ലാ മാസവും മാസം തൊഴിൽ പോകുമായിരുന്നു. എല്ലാ മാസവും പോകും. ഞാൻ ഒരു 3-4 ദിവസം ഇരുപടി എടുക്കില്ലല്ലോ, 3-5 ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് 2-ാം തീയതി 3-ാം തീയതി പോകും. ഭംഗിയായിട്ട് തൊഴുതിട്ട് തിരിച്ചു വരാം. മണ്ഡലകാലത്തിൽ പോവുകയില്ല. അങ്ങനെയാണ് ഞങ്ങൾ കുറേ കാലം.
അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ പോകാനിരുന്ന വണ്ടി രാവിലെ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ 5-6 പേരുണ്ട്. ഒരു ചെറിയ കാറിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു കോഴി ഫാമൊക്കെ നടത്തുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, അതിന് ജീപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു, ചേട്ടൻ രാവിലെ വിളിക്കുന്നത്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ ഒരു 3 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. ഇതുപോലെ ഷൊർണൂരിൽ പോകാനാണ്, വണ്ടി ഒന്ന് വേണം. ഞാൻ വരാം എന്ന് പറഞ്ഞ് പുള്ളിക്ക് വ്രതമൊന്നുമില്ല. പുള്ളി ജീപ്പ് എടുത്തിട്ട് വന്നു. ഞങ്ങളവിടെ ചെന്നിട്ട് പുള്ളി അങ്ങനത്തെ പോകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങാം, നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്നാൽ മതി, വന്നിരിക്കാം. പമ്പയിലെത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ പുള്ളി മണ്ഡലകാലത്തിലേ അവിടെ പോയിട്ടുള്ളൂ. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ പറഞ്ഞു, ഞാനും വന്നാലോ, പറഞ്ഞ് മനസ്സ് ശുദ്ധമാണെങ്കിൽ പമ്പയെ കുളിച്ചിട്ട് പോരേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മലയോട്ടി മുകളിൽ പോയി. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ പുള്ളി ഇങ്ങനെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭക്തിയുടെ ഒരു രസത്തിലല്ല പുള്ളി ഞങ്ങളോടൊരു യാത്ര എന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ പിറ്റേ മാസം മുതൽ പുള്ളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യം, നിങ്ങൾ എന്നാ പോകുന്നത്, ഞാനും ഉണ്ട്. പുള്ളി വ്രതം നോറ്റിട്ട് കുറേ കാലം ഞങ്ങളുടെ കൂടെ അദ്ദേഹം വന്നു എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു ജീവിതചര്യയെ നമുക്കറിയാം. ഒരു കോഴി ഫാം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവർ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത്. പക്ഷെ അവർക്ക് ആ ഒരു മാസം ആ സമയമാകുമ്പോൾ പോകാനുള്ളൊരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് വന്നു കയറുന്ന ഒരു കാന്തിക ആകർഷണം എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ബോധ മനസ്സിലല്ല അവർ വന്ന് തൊഴുമ്പം അവർ ശ്രീകോവിലിൻ്റെ മുന്നേ നിന്ന് ഒരു നിമിഷമെങ്കിലും കാണുമ്പം അവർക്കുണ്ടാകുന്ന അനുഭൂതി അതൊരു ഒരു നിമിഷം കാണാൻ പോലും ചിലപ്പോൾ പറ്റില്ല. എന്താണെന്നറിയോ, അവിടെ വരുമ്പോൾ കണ്ണടച്ചൊന്ന് തൊഴുതു പോകും. ആ സമയം കൊണ്ട് നമ്മളെ അവിടെ നിന്ന് തള്ളി പുറത്ത് മാറ്റിയിരിക്കും. പക്ഷെ അത് ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അതുകൊണ്ടല്ലേ ഇത്ര ആളുകൾ വരുന്നത്. അതെ, ഉറപ്പായിട്ടും. ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട, പക്ഷെങ്കിൽ ഈ ആളുകൾക്ക് അങ്ങനെ വരാനൊരു ടെൻഡൻസി, ഇത്രയും ബുദ്ധിമുട്ടുകൾ തടയും. ഇപ്പം ചെന്നൈയിൽ നിന്നും ഇപ്പോഴാണ് കൂടുതലായ ആളുകൾ നടന്നു വരാനുള്ള ടെൻഡൻസി കാണിക്കുക. അവർക്കത് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിതൊരു വലിയ ആവേശത്തോടെ എടുക്കുക. ശബരിമല ലക്ഷ്യം വെച്ച് വന്നാൽ അവരെ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തിരുവാഭരണ ഘോഷയാത്രയിലാണെങ്കിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് തിരുവാഭരണത്തിന്റെ കൂടെ നടന്നു പോകുന്നത്. അതെ, അത് ഈ ഒരു വർഷം പോയ ആൾക്കാർ തീർച്ചയായിട്ടും അടുത്ത വർഷവും ഈ തിരുവാഭരണ വാഹകർക്ക് പോലും ഞാൻ ചെറുതായി കാണുന്നതല്ല, അവർ വ്രതം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അവർക്ക് പോലും മറ്റ് ക്ഷേത്രങ്ങൾ, ഞാൻ എൻ്റെ ഒരു ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ ഇവരിൽ ആരൊക്കെയോ അവിടെ വന്നു തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ വലിയ രീതിയിൽ പൊന്നാടയൊക്കെ അണിയിച്ച് ഇവരെ കാല് തൊട്ട് തൊഴാൻ ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം അയ്യപ്പനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ, ഭക്തജനങ്ങൾ അറിയുന്നത് തിരുവാഭരണ വാഹകരാണ് എൻ്റെ വിശ്വാസം. അതെ, അതായത് ഇപ്പോഴാണ് മേൽശാന്തിയെക്കുറിച്ചും മറ്റു അവരുടെ ആൾക്കാരെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അറിയാൻ പറ്റുന്നത്. പക്ഷേ അയ്യപ്പൻ കഴിഞ്ഞാൽ അന്ന് ആളുകൾ, സാധാരണ ആളുകൾ തിരുവാഭരണ വാഹകർക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവരുടെ എല്ലാം നല്ല ആളുകളാണ്. അവർ പ്രതിഫലം പ്രതീക്ഷിച്ചല്ല അവർ വരുന്നത്. കാരണം വെച്ചാൽ ഈ വ്രതം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്രതം എടുക്കുന്ന അവരാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം വ്രതം മകരം 6-ാം തീയതി വരെയുള്ളൂ, നിറയെ അടച്ചു കഴിയുന്നതിന് വരെയുള്ളൂ. ഇവർ തിരിച്ച് കൊണ്ടുവരണം. വീണ്ടും 4 ദിവസം കൂടെ വ്രതത്തിലാണ്. മാത്രമല്ല അവര് അല്ലാത്ത ദിവസങ്ങളിൽ മറ്റു തൊഴിലുകൾക്ക് പോകുന്ന ആളുകളാണ്, സാധാരണക്കാരാണ്. അവർ പണം നോക്കിയിട്ടല്ല, പക്ഷെ അവരെടുക്കുന്ന എഫേർട്ട് ഏറ്റവും കൂടുതൽ കായികാധ്വാനം ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അത് ശരിക്കും അവരെ നമ്മൾ അംഗീകരിക്കണം. കാരണം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒരു വാല്യൂ അവിടെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആ കഷ്ടപ്പെടുന്നതിൻ്റെ. കാരണം ചില ദിവസങ്ങളിലൊക്കെ പിന്നെ അവർ തിരുവാഭരണം കൊണ്ട് പോകുമ്പം ആദ്യത്തെ ദിവസം വന്ന് നിൽക്കുന്നത് പിന്നെ അയിരൂർ പുതിയാവില ഏകദേശം 10-11 മണിയാകും അവിടെ വരണമെങ്കിൽ രാത്രിയിൽ. അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന്, ഭക്ഷണം കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് 10 മണിക്ക് അവിടെ 10 മണി 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ സമയമില്ല. 1 മണിയാകുമ്പോൾ അവിടെ നിന്ന് വീണ്ടും തിരുവാഭരണം എടുത്തുകൊണ്ട് പോകണം. അത് വൈകിട്ട് 7-8 മണി 9 മണിയാകുമ്പോൾ ലാഹേ വരും. ലാഹേന്ന് വീണ്ടും 1 മണിയാകുമ്പോൾ വീണ്ടും എടുക്കണം. ആ എടുക്കുന്നത് സന്ധ്യയ്ക്ക് ശബരിമലയിൽ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ഉച്ചക്കത്തെ ഭക്ഷണം പോലും കഴിക്കാതെ അവർ അത്ര സ്പീഡിൽ വരുവാണ്. അത് ശരിക്കും ഒരു ശബരിമലയെ സംബന്ധിച്ചൊരു സമർപ്പണമാണ്. അത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. പിന്നെ അതിനകത്ത് കാര്യം ഇതിനകത്ത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളപ്പോൾ അവർ പറയുന്നത് ഈ മരുന്ന് കഴിക്കുന്നുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഈ തിരുവാഭരണപ്പെട്ടി തലയിൽ വെക്കുമ്പോൾ അവരറിയാതെ തന്നെ പോവാണ്. പക്ഷെ അതൊരു വല്ലാത്ത ഇതാണ്. പിന്നെ ഈ തിരുവാഭരണത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, 3 പെട്ടി പട്ടിട്ടിട്ട് മാലയൊക്കെ ഇട്ട് പോവാണ്.
ഇത് കാണാൻ എത്രമാത്രം ആൾക്കാരാണ് ഉള്ളത്. എല്ലാ വർഷവും ഈ പെട്ടി തന്നെയാണ് പോകുന്നത്. അതിന് പ്രത്യേക കെട്ടുകുതിരയുടെ ഒന്നും ഇല്ല. പക്ഷെ ഇതിനുണ്ടാകുന്ന ഒരു എനർജി ഭയങ്കരമാണ്. അത് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഒരു പവർ തന്നെയാണ്.